ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നതേ ബീഫ് വരട്ടിയതിന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ബീഫ് വരട്ടണത് എങ്ങനെയാണെന്ന് കാണാമല്ലേ നമുക്ക്. 1.5 കിലോ ബീഫ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ട് നല്ല പോലെ തന്നെ തിരുമ്പി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാകും കേട്ടോ. ഇനി ഞാൻ കുക്കർ അടച്ചിട്ട് ഒരു 6 7 വിസിൽ വരുത്താട്ടെ നമുക്ക്. അപ്പോൾ ബീഫ് ഇവിടെ 6 വിസിലടിച്ച് വന്നപ്പോൾ തന്നെ ബീഫ് വെന്തിട്ടുണ്ട്. പക്ഷെ അതിൽ വെള്ളമുണ്ട്. ആ വെള്ളം നല്ല പോലെ തന്നെ വറ്റിച്ചെടുക്കണേ. അപ്പോൾ നമ്മളുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായി, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായപ്പോൾ 3 സബോള ഞാൻ കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഇളക്കി അത് സബോള നല്ല പോലെ തന്നെ വാടി വരണം കേട്ടോ. ഇപ്പം നമ്മളെ സബോള നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ ഇതേപോലെ. അപ്പം ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ മൂത്ത് വരണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നല്ല പോലെ തന്നെ നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ തക്കാളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോയി നല്ല പോലെ തന്നെ വെന്ത് യോജിച്ച് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ ബീഫിൽ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കുറച്ചിട്ടത് കേട്ടോ. അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മളുടെ മസാല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനായ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ബീഫ് വേവിച്ച വെള്ളം കുറച്ചുണ്ടെന്ന്, ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക. പിന്നെ ഞാനൊരു തവ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല കേട്ടോ അതിൽ. ഇത് നമ്മൾ അരച്ച് വെച്ചില്ലേ ആ കൂട്ട് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കണേ. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മളുടെ ബീഫും ആ അരച്ച മസാല ഉണ്ടല്ലോ അതും നല്ല പോലെ തന്നെ യോജിച്ച് വരണം. അതിനു വേണ്ടി നല്ല പോലെ തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും വെള്ളം ഉണ്ടാവണ്ട കേട്ടോ, അതുപോലെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. നമ്മളെ മസാല ബീഫായിട്ട് യോജിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മളുടെ ബീഫിൽ നന്നായിട്ട് തന്നെ ഇതെല്ലാം ചേർന്ന് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടി അടച്ച് മൂടി വെക്കുകയാണേ. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടോ. നമ്മളുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കാച്ചിയെടുക്കാം ചുമന്നുള്ളിട്ടിട്ട് കേട്ടോ. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ചെറിയുള്ളി ഇല്ലേ ചുമന്നുള്ളി, അതാണ് നന്നായിട്ട് തന്നെ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് അതും നല്ല പോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയില്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ ബീഫിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.